നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ധാരണപ്രകാരം 2 മന്ത്രിമാർ മാറി മറ്റ് 2 പേർ സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിന്റെ പൊലിമ കുറയ്ക്കുന്നതായി രാജ്ഭവനിലെ കാഴ്ചകൾ. ഗവർണറെ സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളും പരസ്യമായി എതിർക്കുന്ന സമയത്ത് രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കായിരുന്നു കണ്ണുകൾ. കടന്നപ്പള്ളിയും ഗണേഷും സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയ ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്നു. ചടങ്ങിന് മുൻപ് വേദിയിലേക്ക് വന്ന ഗവർണർ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യാതെ നേരെ വേദിയിലേക്ക്, മുഖ്യമന്ത്രി പിന്നാലെ. 2 മന്ത്രിമാരെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കുമ്പോഴും അതിനിടയ്ക്കും കഴിഞ്ഞതിനു ശേഷവും ഒരക്ഷരമുരിയാടാതെ പരസ്പരം നോക്കാതെ കൈകൂപ്പാതെ മടക്കം. ചായ സൽക്കാരത്തിന് പോലും കൂട്ടാതെ ഗവർണർ പോയി. ഗവർണർ പോയ ഉടനെ ചായ പോലും കുടിക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവന്റെ കവാടത്തിന് പുറത്തേക്ക്. കാര്യമറിയാതെ മന്ത്രി AK ശശീന്ദ്രൻ മാത്രം ഗവർണറുടെ ചായ സൽക്കാരം സ്വീകരിച്ചു. പരസ്പരം നോക്കാതെ, മിണ്ടാതെ, കണ്ടഭാവം നടിക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും മാന്യതയില്ലാതെ പരിധി ലംഘിക്കുന്ന ഈ ചക്കളത്തി പോരാട്ടം എങ്ങോട്ടാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി ശ്രീ MK ഹരിദാസ്, LDFന്റെ പ്രതിനിധി ശ്രീ സലീം മടവൂർ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ MK ഹരിദാസ്, എങ്ങോട്ടാണ് ഈ ഈഗോ പോകുന്നത്? രാജ്ഭവനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈഗോ എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ഇത് എന്തൊക്കെ കാണണം ജനങ്ങൾ? നമുക്ക് G. സുധാകരന്റെ വാക്കുകളാണ് ഇപ്പോൾ ഇതിൽ എടുക്കേണ്ടത്. എല്ലാറ്റിനും മീതെ നമ്മളാണ് എന്ന അഹങ്കാരത്തിന്റെ ആ ചിന്താഗതി മാറ്റിവെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മളോടല്ല പറഞ്ഞിരിക്കുന്നത്, അവരുടെ പാർട്ടിയിലുള്ളവരോടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരൊറ്റ വാക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നതും ഈ ഗവർണർ ചെയ്തിരിക്കുന്നതും, പക്ഷെ അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഗവർണറുടെ നമുക്ക് പ്രോട്ടോകോൾ പ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയേണ്ടി വരും. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈ ഗവർണർ ഇവിടുത്തെ അതിഥിയാണ്. ഭരണഘടനയുടെ ഏത് ഭാഗം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാലും മുഖ്യമന്ത്രിയേക്കാൾ പ്രോട്ടോകോളിലെ ഒരു സ്റ്റെപ്പ്, ഒരു കാലിബറിന്റെ ഏതറ്റം അളന്നു കഴിഞ്ഞാലും ഈ ഗവർണറാണ് മുന്നിൽ നിൽക്കുക. ഗവർണറെ രാഷ്ട്രപതി നിയോഗിച്ചിട്ട് ഇങ്ങോട്ട് അയക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഗവർണറുടെ പരിരക്ഷ ഏറ്റെടുക്കേണ്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി. കാരണം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു വേദിയിൽ വെച്ച് കണ്ടിട്ട് ഈ LKG, അതായത് നമ്മൾ പറയില്ലേ LKG അല്ല, pre-KG സ്റ്റുഡൻസ് പോലും കാണിക്കാത്ത ഇത്തരത്തിൽ പരസ്പരം മിണ്ടാതെ പരസ്പരം മുഖം വീർപ്പിച്ച് ഇത് എങ്ങോട്ടാണ് മഞ്ജുഷ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങളുടെ ക്ഷമയ്ക്കും ഒരു പരിധിയില്ലേ? ഇവർ തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടത്തിന്റെ പേരിൽ ഇവിടുത്തെ കേരളത്തിന്റെ ക്രമസമാധാന നില വരെ തകർന്നില്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ ഈ ഗവർണറുടെ കഴിഞ്ഞ ആഴ്ചത്തിൽ 2 ആഴ്ച മുമ്പ് ഇദ്ദേഹം മുട്ടായി തെരുവിൽ ഇറങ്ങി നടന്നതും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും. അപ്പൊ ജനങ്ങളെല്ലാം എല്ലാ കാലത്തും ക്ഷമിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ ഗവർണർ കാണിക്കുന്നതും തീരെ പക്വത കുറവാണ്, ഈ മുഖ്യമന്ത്രി കാണിക്കുന്നത് അതിനേക്കാൾ പക്വത കുറവാണ്. ഒരു മുഖ്യമന്ത്രി പക്വതയോടുകൂടി പെരുമാറേണ്ട ഒരു വേദിയായിരുന്നു ഇന്ന് ആ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ 2 മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഗവർണർ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഗവർണറുടെ അടുത്ത് ഒരുപാട് കുറ്റങ്ങളുണ്ട്. കുറ്റങ്ങൾ മാത്രമേ ഈ ഗവർണറുടെ അടുത്തുള്ളൂ. ഈ ഗവർണർ ഈ സർക്കാരിനെ മുൻപോട്ട് കൊണ്ടുപോക്കിനെ പല വിധത്തിലും തടസ്സപ്പെടുത്തുന്നുണ്ട്. ആ വാദഗതികളൊക്കെ നിൽക്കെ തന്നെ ആ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു വന്ന അതിഥി ദേവോ ഭവ എന്ന കേരളത്തിന്റെ ആപ്തവാക്യത്തെ മുൻനിർത്തിയെങ്കിലും ഒരു ഷെയ്ക്കൻഡ് കൊടുത്തിട്ട് ഒന്ന് പുഞ്ചിരിച്ച് പിന്നെ ഒന്നും വേണമെന്ന് പറയില്ല, ചായ സൽക്കാരം വേണമെന്ന് പറയുന്നില്ല. മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടത്തിന്റെ പേരിൽ പൊതുഖജനാവിന് വലിയ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം 15-ാം തീയതിക്കും 25-ാം തീയതിക്കും ഇടയിലെ ഈ ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാത്ത പ്രശ്നവുമായിട്ട് നമ്മുടെ നികുതിദായകരെ ഖജനാവിന്റെ 1 കോടി രൂപയാണ് കേസ് നടത്തുന്നതിനും നിയമോപദേശത്തിനും വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. അതായത് ഫാലി എസ് നരിമാൻ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ഗവർണർക്കെതിരെ ഈ ബില്ലുകൾ ഒപ്പിടാത്തതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോകാൻ കഴിയുമോ എന്ന നിയമോപദേശത്തിന് അദ്ദേഹം മേടിച്ചിരിക്കുന്നത് 48 ലക്ഷം രൂപയാണ്. ഈ പാവപ്പെട്ടവന്റെ, അതായത് മണ്ണെണ്ണയ്ക്കും പഞ്ചസാരയ്ക്കും മണ്ണെണ്ണയ്ക്കും റേഷനരിക്കും അതുപോലെ തന്നെ 13 സബ്സിഡി സാധനങ്ങൾക്കും വെള്ളത്തിനും വൈദ്യുതിക്കും വില കൂട്ടിക്കൊണ്ട് സാധാരണക്കാരന്റെ കുത്തിന് പിടിച്ചു വാങ്ങുന്ന പൈസയിൽ നിന്ന് 45 ലക്ഷം രൂപ ഒരു നിയമോപദേശത്തിന് വേണ്ടി കളഞ്ഞു. തീർന്നില്ല.
ഈ 45 ലക്ഷത്തിന് പുറമെ KK വേണുഗോപാൽ എന്ന് പറയുന്ന അഭിഭാഷകൻ നിയമോപദേശം കൊടുത്ത വഴിയിൽ 15 ലക്ഷം രൂപയാണ് മേടിച്ചിരിക്കുന്നത്. തീർന്നില്ല. ഈ KK വേണുഗോപാൽ എന്ന് പറയുന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പ്രസ്തുത കേസുമായി പോയപ്പോൾ അദ്ദേഹം മേടിച്ചിരിക്കുന്നത് 35 ലക്ഷം രൂപയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം. 1 കോടി രൂപ ഈ ചക്കളത്തി പോരാട്ടത്തിന്റെ പേരിൽ ഈ സംസ്ഥാന ഖജനാവിന് നഷ്ടപ്പെടുകയും പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ദുർവ്യയം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രിയും ഈ ഗവർണറും കൂടി. നമുക്കിത് ഒരു വർഷം മുൻപ് ഇതേ രാജ്ഭവനിൽ തന്നെ നടന്ന സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ. ഈ സജി ചെറിയാൻ രണ്ടാമതും മന്ത്രിയായ സമയം, ആ വിവാദങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് രണ്ടാമത് സജി ചെറിയാൻ മന്ത്രിയായ സമയത്ത് അന്ന് രാജ്ഭവനിലേക്കായിരുന്നു കണ്ണുകൾ പോയിരുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മിണ്ടുമോ എന്ന് തുടക്കത്തിൽ മുഖം കറുപ്പിച്ച് നിന്നു. പക്ഷേ അവസാനം ചെവിയിൽ എന്തോ പറഞ്ഞു, പരസ്പരം അവർ സംസാരിച്ചു. പക്ഷേ അത് പിന്നീട് ആണ് എന്തോ ഒരു കശ്മീരി മിഠായിയുടെ കാര്യമാണ് പറഞ്ഞത്, അത് വരുത്തിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ പിണക്കം തീർന്നു എന്ന രീതിയിലായിരുന്നുവല്ലോ പിന്നീട് നാട്ടുകാർ ഇത് അറിഞ്ഞത്. അങ്ങനെ ഒരു ശീതസമരത്തിൻ്റെ അവസാനം ഉണ്ടാകുമോ എന്നുള്ള ഒരു കൗതുകത്തോടു കൂടിയുള്ള ഒരു നോട്ടമുണ്ടായിരുന്നു രാജ്ഭവനിലേക്ക്. പക്ഷേ ഈ പോര് അതങ്ങനെ തീരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിൽ നിൽക്കുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, എങ്ങോട്ടാണ് പോകുന്നത്? ഗവർണർക്ക് നിങ്ങൾ പിന്തുണ നൽകുമ്പോൾ, പക്ഷെ ഇവിടെ രാജ്ഭവനിലേക്ക് വന്ന അതിഥികളെ, അത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ശ്രദ്ധിക്കാതെ ഗവർണർ ഒരു ചായ സൽക്കാരത്തിന് പോലും വിളിക്കാതെ ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിന്നത്, ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്, അത് ഒഴിവാക്കാമായിരുന്ന ഒന്നല്ലേ? ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് മഞ്ജുഷേ. ഒരിക്കലും മഞ്ജുഷേ ഭയങ്കരമായിട്ട് എക്കോ ഇങ്ങോട്ട് കേൾക്കുന്നു. ഒന്നും പറയാൻ പറഞ്ഞോളൂ. അത് കാര്യം ഞാൻ പറയുന്ന അതേ വോളിയത്തിൽ ഇങ്ങോട്ട് കേൾക്കുകയാണ്. അതാണ് ഇതെല്ലാം തന്നെ ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. ഒരിക്കലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും ഭരണഘടനാ തലവനും തമ്മിൽ ഉണ്ടാകാൻ പാടില്ലാത്ത എന്തെല്ലാം ഇഷ്യൂ ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് സത്യം പറഞ്ഞാൽ രാജ്ഭവനിലെ ആ കാഴ്ച കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ. അതായത് കേരളത്തിലെ ഓരോരുത്തർക്കും വളരെ ഓരോ പൗരനും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ആരാണെന്ന്? എത്രയോ ഗവർണർമാർ, എത്രയോ മുഖ്യമന്ത്രിമാർ ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഗവർണർക്കെതിരെ ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തുടനീളം ഓടി നടന്ന് തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു ഗവർണർക്കെതിരെ എപ്പോഴെങ്കിലും ഒരു ഭരണകക്ഷിയോ സർക്കാരിലുള്ളവരോ ഏതാണ്ട്, അതായത് മുഹമ്മദ് റിയാസ് പറഞ്ഞത് എന്താണ്? ബ്ലഡി ആരിഫ് ഖാൻ ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്ന് പറയാൻ ഞങ്ങൾക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ രീതിയിൽ ഇവിടെ സംസ്ഥാനത്ത് അദ്ദേഹം ഭരണഘടനാ തലവനാണ്. ഇവിടെ ഓണാഘോഷം നടക്കുന്നു, അല്ലെങ്കിൽ വലിയ സംഭവങ്ങൾ നടക്കുന്നു, ഗവർണറെ മനഃപൂർവ്വം ക്ഷണിക്കാതിരിക്കുക, അതിന് വരാതിരിക്കുക. ഈ രീതിയിൽ ഒരു മനുഷ്യനെ, ഒരു ഗവർണറെ, ഒരു ഭരണഘടനാ തലവനെ ഏതെല്ലാം രീതിയിൽ അപമാനിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. പിന്നെ ഈ അവഗണനയുടെ സുഖം എന്താണെന്ന് മുഖ്യമന്ത്രി അറിയുന്നത് വളരെ നല്ലതാണ്. കാര്യം ഈ മനുഷ്യനെ കൂടെ ഒപ്പമുള്ളവരെ പോലും എത്ര നീചമായ രീതിയിലാണ് ഈ മനുഷ്യൻ അപമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും അടുത്ത കാലത്തെ ഒരു സംഭവ സാക്ഷിയാണ്. ഇവരുടെ ഈ നവകേരള യാത്രയുടെ അവസാനം ഇവരുടെ തന്നെ സഹയാത്രികനായ ചാനലുകളിൽ കിടന്ന് തൊണ്ടകീറി ഇവരെ ന്യായീകരിക്കുന്ന, എപ്പോഴും കിടന്ന് ഒച്ചയും വിളിയും ബഹളവും മുഴുവനും LDF വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ അരുൺകുമാർ എഴുതി ഈ നവകേരള, അവരുടെ സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളെപ്പറ്റി തന്നെ എഴുതിയ ഒരു പുസ്തകം ഒരു സ്റ്റേജിൽ കൊണ്ടുപോയി ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ ഈ മുഖ്യമന്ത്രി കാണിച്ച ആ അഹങ്കാരവും ധാർഷ്ട്യവും അവഗണനയും കണ്ടില്ല. ഒരു മനുഷ്യനെ ഇതിൽ കൂടുതൽ അപമാനിക്കാൻ കഴിയുമോ? അതായത് അവരുടെ സ്വന്തം ആൾക്കാരാണത്. നിങ്ങളുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു മാധ്യമപ്രവർത്തകനെയാണ്. അതുപോലെ മാധ്യമപ്രവർത്തകരെ കടക്ക് പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് അപമാനിച്ചിറക്കി വിടുക,
എങ്ങനെയെല്ലാം മറ്റുള്ളവരെ, അതായത് തന്നോട് യോജിക്കാത്തവരെ, എതിർപക്ഷത്ത് നിൽക്കുന്നവരെ എങ്ങനെയെല്ലാം വൃത്തികെട്ട രീതിയിൽ അപമാനിക്കാമോ അതെല്ലാം ചെയ്യുന്ന ഈ മുഖ്യമന്ത്രി ഇത് അർഹിക്കുന്നില്ലേ എന്നും ആൾക്കാർ ചോദിച്ചാൽ നമുക്ക് ഈ രണ്ട് ഭരണഘടനാ പദവികളാണ് ഏറ്റുമുട്ടുന്നത്. ഇത് ഈഗോയാണ്. അല്ല, മുഖ്യമന്ത്രിയെ ഒന്ന് അപമാനിക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്. അത് അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി ആ സദസ്സിൽ മുൻസീറ്റിൽ തന്നെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ വന്ന് മുഖ്യമന്ത്രിയോട് കൈകൂപ്പി മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് പോകുന്നതാണ് കീഴ്വഴക്കം എന്ന് പറയുന്നത്. അവിടെ മുഖ്യമന്ത്രി ഗവർണറെ കാത്തു നിന്നിട്ടും ഗവർണർ നേരെ ആ കണ്ട ആളുകളോട് മാത്രം ഇങ്ങനെ കൈകൂപ്പി നേരെ വേദിയിലേക്ക് കയറി പോകുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പോകേണ്ടി വരുന്നു. അവിടെ ദേശീയഗാനം പാടുമ്പോൾ എണീറ്റ് നിന്ന് ദേശീയഗാനം കഴിഞ്ഞതിന് ശേഷം പോലും പരസ്പരം നോക്കുന്നില്ല. മുൻപൊന്നും അങ്ങനെ ആയിരുന്നില്ല. പരസ്പരം കണ്ട് ചിരിക്കുന്നു, എന്തെങ്കിലും കുശലം പറയുന്നു, ഇതൊക്കെ ഉണ്ടാകാറുള്ളതാണ്. അത് ഉണ്ടായില്ല. നിയുക്ത മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അവരുടെ നേരെ മാത്രം നോക്കി നിൽക്കുന്നു. കഴിഞ്ഞതിന് ശേഷം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴും മുഖ്യമന്ത്രിയെ ഗൗനിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ മറ്റുള്ളവർക്ക് നേരെ കൈകൂപ്പി ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ ഈ സമയത്ത്, ഈ ചടങ്ങ് അവസാനിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ചായ സൽക്കാരത്തിന് ക്ഷണിച്ചുകൊണ്ട് പോകുന്നതാണ് പതിവ്. അതിനും മെനക്കെട്ടില്ല. മറ്റൊരു കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത്, മന്ത്രി എ കെ ശശീന്ദ്രൻ എനിക്ക് തോന്നുന്നു ഇക്കാര്യം അറിഞ്ഞില്ല. അദ്ദേഹം മാത്രം അവിടെ ചായ കുടിക്കാൻ നിന്നു, ചായ കുടിച്ച് മടങ്ങുകയും ചെയ്തു. ഈ ഒരു MLA, കുട്ടനാട് MLA തോമസ് കെ തോമസ്, അദ്ദേഹം രാജ്ഭവന് വെളിയിൽ നിന്ന് പറഞ്ഞത് നല്ല സന്തോഷത്തിലായിരുന്നു ഗവർണർ, ഞങ്ങളൊക്കെ ചായ കുടിച്ചു, ഞങ്ങൾക്കൊക്കെ ചായ അദ്ദേഹം എടുത്തു തന്നു എന്നാണ്. അതായത് മുഖ്യമന്ത്രി എപ്പോഴൊക്കെ വേദിയിൽ ഉണ്ടായിരുന്നുവോ അപ്പോഴൊക്കെ മുഖം കറുപ്പിച്ചു നിന്ന ഗവർണർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയ ശേഷം സാധാരണ പോലെ സന്തോഷവാനായിരുന്നു മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ. ഇതും ഇന്ന് രാജ്ഭവനിൽ കണ്ട കാഴ്ചയാണ്. ശ്രീ സലീം മടബൂർ, ഇവിടെ ഷാബു പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഡോസ് കിട്ടേണ്ടതായിരുന്നു എന്നാണ് താങ്കളുടെ ഒരു കാര്യം കൂടെ. എന്താണ് ഷാബു? ഒറ്റ കാര്യം കൂടെ മഞ്ജുഷ, ഒരേ ഒരു കാര്യം കൂടെ. അതായത് വേറൊന്നുമല്ല, ഇപ്പം മഞ്ജുഷ ഇപ്പം പറഞ്ഞതിനും കൂടെ ഒരു കാര്യം വ്യക്തമാണ്. ഗവർണർ എല്ലാവരോടും വളരെ സൗമ്യമായിട്ടും ചിരിച്ചുകൊണ്ടും പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് മാത്രമാണ് ഇന്നിങ്ങനെ മുഖം കറുപ്പിച്ചത്. എന്നാൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു വ്യക്തി ലോകത്ത് ഇന്ന് വരെ മഞ്ജുഷിന്റെ അനുഭവത്തിൽ, മാധ്യമ ജീവിതത്തിൽ ഇന്ന് വരെ വിനയം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നതോ ഈ മനുഷ്യന്റെ മുഖത്തോ പെരുമാറ്റത്തിലോ സമീപത്തിലോ കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി അങ്ങനെയാണ്. പക്ഷേ ഗവർണർ എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറുന്ന ഈ ഗവർണറെ കൊണ്ട് പോലും ഈ രീതിയിൽ പെരുമാറിച്ചുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ശരി, ശ്രീ സലീം മടവൂർ, താങ്കളുടെ മറുപടി. മുൻപ് ഇത് കണ്ടിട്ടുള്ളത് VS-ഉം അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ഒരേ വേദിയിൽ മുഖം കറുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കാഴ്ചയാണ്. ആദ്യമായിട്ടാണ് പിണറായി വിജയന് നേരെ ഒരാൾ മുഖം കറുപ്പിച്ചിരിക്കുന്നത് കാണുന്നത്. ഇവിടെ ഇത് വാങ്ങിയെടുത്ത ഒന്നാണെന്ന് ഷാബുവിന്റെ ആ ഒരു ആരോപണം ഉണ്ടല്ലോ, അതിനുള്ള മറുപടി. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിനെതിരെ, അതായത് പിണറായി വിജയൻ എന്ന വ്യക്തിയെ വിടും, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു ഗവൺമെന്റിന്റെ തലവനെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ ഗവർണർ, കേവലം രാഷ്ട്രപതിയുടെ ഒരു കത്തിന്റെ മുകളിൽ മാത്രം ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് അദ്ദേഹത്തോട് മിണ്ടാതിരിക്കുന്നതും മുഖത്തേക്ക് നോക്കാതിരിക്കുന്നതും ഒക്കെ തന്നെ സത്യത്തിൽ ഗവർണറുടെ ആ പെരുമാറ്റം സംസ്ഥാന ഗവൺമെന്റിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു ഗവർണർക്ക് ആ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം നോമിനേറ്റ് ചെയ്ത ആളുകൾക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാതെ അദ്ദേഹത്തിനനുസരിച്ച് തുള്ളുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അദ്ദേഹത്തിനെതിരായ ബാനർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് സിൻഡിക്കേറ്റ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഇംഗിതങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കേരളത്തിൽ സാധിക്കാതെ, അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹം നോക്കിയാൽ കാണുന്ന സ്ഥലത്തുള്ള ബാനറുകളും പോസ്റ്ററുകളും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാധിക്കാതെ എല്ലാത്തിലും പരാജയപ്പെട്ട ഒരു ഗവർണറുടെ ചില ഗോഷ്ഠികളാണ് ഇന്നും കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ മനോനില തന്നെ അപകടത്തിലാണെന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെയല്ല. അദ്ദേഹം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരു ഗവർണർക്ക് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത അധികാരം അനുസരിച്ചാണ് അപ്പൊ പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയോ ഒരു ജനകീയ സർക്കാരാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇദ്ദേഹത്തിന് ഒരു എക്സിക്യൂട്ടീവിന്റെ അധികാരമില്ല, പരിമിതമായ അധികാരമാണ്.
അദ്ദേഹത്തിന് ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുന്നത് വളരെ പരിമിതമായ സമയത്തുള്ള അധികാരമാണുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നു, ഹലുവ തിന്നുന്നു, മിഠായി തെരുവിലൂടെ നടക്കുന്നു, എന്തൊക്കെയോ ഇദ്ദേഹം കാട്ടിക്കൂട്ടുകയാണ്. ഇദ്ദേഹത്തിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അദ്ദേഹം ഭരണഘടനയെ കുറിച്ച് അറിയാത്ത ആളൊന്നുമല്ല. നിയമത്തിനെതിരെ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഷാബാനു കേസിൽ നിയമം ഉണ്ടാക്കിയപ്പോ സുപ്രീം കോടതി വിധിയാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ആ വിധിക്കെതിരെ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട വ്യക്തിയാണ്. അല്ല, അപ്പോൾ അദ്ദേഹം അറിവില്ലാത്ത ആളാണെന്ന് നിങ്ങളും കരുതുന്നില്ലല്ലോ. അദ്ദേഹം വെറുതെ ഇങ്ങനെ പ്രവർത്തിക്കുകയുമില്ല. അല്ലല്ല, ഈ സമീപകാലത്തെ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞ സമയത്ത്, SFIക്കാർ വഴിയിൽ തടഞ്ഞ സമയത്ത് അദ്ദേഹം കാറിന് വെളിയിൽ ഇറങ്ങി പ്രതികരിച്ചു. അതാണല്ലോ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും സമീപകാലത്തെ പ്രകോപനം. അത് SFI തുടങ്ങി വെച്ചു, അത് മുഖ്യമന്ത്രി വരെ ഏറ്റെടുക്കുകയുണ്ടായി. SFIയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹം ഞാനവിടെ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വെല്ലുവിളിച്ചു. അത് അദ്ദേഹം കയറുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം സുഖമായിട്ട് കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങി നടന്നതിന് ശേഷം തിരുവനന്തപുരത്ത് തിരിച്ചെത്തുകയും ചെയ്തു. വഴിനീളെ കരിങ്കൊടി കാണിക്കുന്നുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇനി കരിങ്കൊടി കാണിച്ച് എന്റെ കാറിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വെളിയിൽ ഇറങ്ങുമെന്ന്. അപ്പോൾ അവിടെ എവിടെയാണ് അദ്ദേഹം തോറ്റത് എന്ന് എനിക്ക് അറിയില്ല. പിന്നെ പ്രോട്ടോകോൾ ലംഘനമുണ്ട്. ഇതിന്റെ പേരിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിന് എന്ന്. പക്ഷെ ഇവിടെ ഇവർ തമ്മിലുള്ള ഈഗോയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, വെറും ഈഗോ മാത്രം. ഇത് മുഖ്യമന്ത്രി രാജ്ഭവനിൽ പോയി ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മുമ്പ് നമ്മൾ ഇത് കണ്ടതുമാണ്. ഇതേ ഗവർണർ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ്. രാജ്ഭവനിൽ പോയി മഞ്ഞുരുക്കുന്നത് കണ്ടതാണല്ലോ. അവിടെ കശ്മീരി മിഠായിയുടെ കാര്യമൊക്കെ ഉണ്ടല്ലോ. ഇതിനേക്കാൾ വലിയ ബഹളമായിരുന്നു ആ സമയത്ത്. ഈ മഞ്ജുഷേ, ഈ ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെ അവർ വിളിക്കും, എന്തൊക്കെ പറയും, അതിനനുസരിച്ചാണ് ഒരു ഗവർണർ കളിക്കേണ്ടത്. വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ അവർ വിളിക്കുന്ന മുദ്രാവാക്യമൊക്കെ യാഥാർത്ഥ്യമാവുന്ന മുദ്രാവാക്യം. എന്തൊക്കെ ഭീഷണി മുദ്രാവാക്യം വിളിക്കും, അതൊക്കെ ഓരോ ആവേശത്തിന്റെ പ്രായത്തിന്റെ ആവേശത്തിൽ പലതും പറയും. പ്രായത്തിന്റെ ആവേശം കാണിച്ചുകൊണ്ട് കഴിഞ്ഞ 2-3 ആഴ്ച ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഈ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ഇതെല്ലാം ജനങ്ങൾ സഹിക്കണമെന്നാണോ? അല്ല, രക്ഷാപ്രവർത്തനം ഒന്നല്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ 2 വിഷയങ്ങളിലേക്ക് വരുന്നു. എങ്കിലും ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ ജാഥ പോകുന്ന സമയത്ത് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ആർക്കെതിരെയും അക്രമം ഉണ്ടായില്ല. തുടക്കത്തില് കരിങ്കൊടി കാണിക്കാൻ പോയിരുന്നു. പക്ഷെ കരിങ്കൊടിക്കാർക്കിടയിൽ നിന്ന് ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ ബസ്സിന്റെ മുമ്പിലേക്ക് ചാടുന്നു. അത് അപ്രതീക്ഷിതമാണ്. 2 സമരം UDF ചെയ്യാം. ഞാൻ എതിരല്ല. ഞാൻ അതിനെ ആ സമയത്ത് അത്തരം ഒരു സമരത്തിനുള്ള അവകാശം അവർക്കാണ്. ഒന്ന്, അവർക്കരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കാം. അതല്ല, മുഖ്യമന്ത്രിയെ ഞങ്ങൾ തെരുവിൽ തടയും. അത് പണ്ട് DYFI ചെയ്തതാണ്. കരുണാകരന്റെ കാലത്ത് പല ഗവൺമെന്റുകൾക്കെതിരെയും പലരും ചെയ്യാറുണ്ട്. കേരളത്തിലെ UDF വേണമെങ്കിൽ പ്രഖ്യാപിക്കാം, അദ്ദേഹത്തിന് വാഹനം വരുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് നടപടിയെടുക്കും. ഇവിടെ അതല്ല, ഒരു പ്രഖ്യാപനമില്ല, തടയുമെന്നും പറയുന്നില്ല. എന്തിനാണ് കരിക്കൊടി? ഇതിൽ കോൺഗ്രസ്, ഞാൻ ആ തുടക്കഭാഗം കണ്ടില്ല, കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടെങ്കിൽ പറയണം, എന്തിനാണ് കരിക്കൊടി? എന്താ നിങ്ങളുടെ ഡിമാൻഡ്? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടുന്നത്? എന്താ നിങ്ങൾ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്കും ചാടുകയുണ്ടായി. ഈ കരിങ്കൊടി സമരത്തെ നിങ്ങൾ ഒരു വശത്ത് നല്ലതെന്നും ഒരു വശത്ത് ചീത്തയെന്നും പറയരുത്. അത് ഗവർണർ തന്നെ അത് പൊളിച്ചടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളുടെ കാര്യം പറഞ്ഞു, അവർക്ക് കാലുകുത്താൻ കഴിഞ്ഞില്ല എന്ന്. ആ കാലുകുത്താൻ കഴിയാത്തത് വിദ്യാർത്ഥി സമരം കാരണമാണ്, അല്ലാതെ കോടതി ഇടപെട്ട് തടഞ്ഞതൊന്നുമല്ല. വിദ്യാർത്ഥികൾ വരാൻ അവിടെ സമരം ചെയ്തു, അവരെ തടഞ്ഞു. അതിന് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പിന്തുണ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അതല്ലാതെ ഗവർണർ അതിനകത്ത് തോറ്റു എന്നൊക്കെ പറയുന്നത് എന്തർത്ഥമാണുള്ളത്? അല്ലെങ്കിൽ ഈ ജയവും തോൽവിയും ഒന്നും അല്ല. ഈ ഈഗോ കാരണം ഇനി എത്രത്തോളം ക്രമസമാധാന പ്രശ്നങ്ങൾ ഇവിടെ വരാൻ പോകുന്നു എന്നാണ് ചോദ്യം. ഇന്ന് രാജ്ഭവനിൽ നടന്ന ഈ സംഭവങ്ങൾ, ഇതിന്റെ പേരിൽ ഗവർണർക്കെതിരെ ഇനിയും പൊതുനിരത്തുകളിൽ എന്തെല്ലാം സമരങ്ങൾ നടക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളല്ലോ. ശ്രീ സേനാപതി വേണു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നേരത്തെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ്, സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇപ്പോഴും ആ നിലപാട് തന്നെയാണോ? ആ പരിധി വിട്ടില്ലേ? അല്ല, ഇവിടെ മഞ്ജുഷ, ഇന്നത്തെ സംഭവ വികാസം അത് അത്യന്തം ലജ്ജാകരമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദൗർഭാഗ്യകരമെന്നോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്യന്തം ലജ്ജാകരമായ ഒരു സംഭവമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പല ഗവൺമെന്റുകളും ഗവർണർമാരുമായിട്ട് ഏറ്റുമുട്ടലുകൾ ഈ സമീപകാലത്തും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഉപരാഷ്ട്രപതി അദ്ദേഹം ബംഗാൾ ഗവർണറായിരുന്ന കാലഘട്ടത്തിൽ മമതാ ബാനർജിയുടെ ഗവൺമെന്റുമായിട്ട് വലിയ ശക്തമായ ഏറ്റുമുട്ടലുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ
തമ്മിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ എത്തുമ്പോഴോ മുഖം തിരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണാതെ പോവുകയോ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഗവർണറുമായിട്ട് ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടക്കുന്ന മറ്റൊരു സംസ്ഥാനം നമ്മുടെ തൊട്ടടുത്ത് ആർ എൻ രവി പഴയ കേരളത്തിലെ പോലീസ് SP ആയിരുന്നു. അതിൽ നിന്ന് മുകളിലേക്ക് പോയി പോലീസിന്റെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്ത് പിരിഞ്ഞ ആളാണ് ശ്രീ ആർ എൻ രവിയും ഇതിനേക്കാൾ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. പക്ഷേ അവരാരും തങ്ങളിൽ കാണുമ്പോൾ മിണ്ടാതെയോ ഒന്നും ഇരിക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, പഞ്ചാബ് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ അതിനോടനുബന്ധിച്ചാണ് കേരളത്തിലെ ഗവർണർക്കെതിരെയുള്ള പരാതി വന്നത്. അപ്പൊ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടങ്ങിയ ബെഞ്ച് ഒരു കമന്റ് പറഞ്ഞു, ഒരു ചായ കുടിയിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിലുള്ളത്. അപ്പോൾ പറഞ്ഞു കേരളത്തിൽ ഇനി ചായക്ക് ലഭ്യത കുറവാണെങ്കിൽ തമാശയായിട്ട് പറഞ്ഞൊരു കാപ്പി കുടിയിൽ. ഞാൻ പറയുന്നു, ഇന്ന് സുപ്രീം കോടതി അത് എന്തർത്ഥത്തിലാണോ പറഞ്ഞത് ആ കാര്യം അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. ഇവർക്ക് രണ്ടു പേർക്കും ഇവരുടെ ഈഗോയിസം കളഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവസാനിപ്പിക്കുന്നതിന് സുപ്രീം കോടതി പറഞ്ഞ ആ ഫോർമുല പ്രകാരം ഒരു ചായ കുടിച്ച് സന്തോഷത്തോടെ പിരിയാവുന്ന ഈ ദിവസം ഇത് ഇവിടെ ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു ഭരണഘടനാ പ്രശ്നമുണ്ട്. അതായത് ഒരു മന്ത്രിസഭയും മന്ത്രിമാരും തുടരുന്നത് വിത്ത് ദ പ്ലഷർ ഓഫ് ഗവർണറാണ്. ഗവർണറുടെ പ്ലഷർ എന്നുള്ളതിന്റെ അതിന്റെ മലയാള പദം എന്താണ് കൃത്യമായിട്ട് പറയുന്നതെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. കാരണം ഗവർണറുടെ സന്തോഷമോ സംതൃപ്തിയോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഭരണഘടനയിൽ പറയുന്നത് വിത്ത് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ ആണ്. അതാണ് മന്ത്രിസഭ തുടരുന്നത്. ഇപ്പൊ അത് നഷ്ടപ്പെട്ടിരിക്കില്ല. അപ്പം ഈ മന്ത്രിസഭയ്ക്ക് ഇപ്പം സാങ്കേതികമായിട്ട് തുടരാൻ പറ്റുമോ എന്നുള്ള ഒരു നിയമപ്രശ്നം പോലും ഇവിടെ നിലനിൽക്കുക ആണ് എന്നുള്ളതാണ്. ഇനി ഭരണഘടനയുടെ 167 അനുച്ഛേദം ആർട്ടിക്കിൾ പറയുന്നത് ഈ ഗവർണർക്ക് വിവരം നൽകുക മുതലായ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ കർത്തവ്യങ്ങൾ, അതായത് സംസ്ഥാനത്തിന്റെ കാര്യങ്ങളുടെ നിർവഹണത്തെയും നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളെയും സംബന്ധിച്ചുള്ള മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും സംസ്ഥാനത്തിന്റെ ഗവർണറെ അറിയിക്കണം. സംസ്ഥാനത്തിന്റെ കാര്യങ്ങളുടെ നിർവഹണത്തെയും നിയമനിർമ്മാണത്തിന്റെ നിർദ്ദേശങ്ങളെയും സംബന്ധിച്ച് ഗവർണർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുക. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവര് തങ്ങളിൽ കണ്ടാൽ മിണ്ടത്തില്ലാത്ത ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ. അപ്പൊ ഈ ഭരണഘടനാ പ്രകാരമായിട്ടുള്ള 167 അനുശാസിക്കുന്ന ആ ആർട്ടിക്കിളിൽ പറയുന്ന കാര്യങ്ങൾ അതൊന്നും ഇനിയിപ്പോ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഇപ്പോ കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഒരു ഭരണഘടനാ പ്രകാരമായിട്ടുള്ള ഭരണപരമായ ഒരു സ്തംഭനം കൂടി ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അല്ല, ഈ ഭരണഘടനാ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഗവർണറാണ് ഈ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടാണ് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത് ഗവർണർക്കെതിരെ. ഇങ്ങനൊരു ഭരണഘടനാ പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. പ്രോട്ടോകോൾ ലംഘനം തുടർച്ചയായിട്ട് ഗവർണർ നടത്തുന്നു. ഗവർണർ പറയുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്നാണ്. അത് അദ്ദേഹം വരുത്തി തീർക്കുന്നതാണ് എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങി നടന്നത്. അദ്ദേഹത്തിന് സെക്യൂരിറ്റി വേണ്ട എന്ന് പറയുന്നത്, സമരം നടക്കുമ്പോൾ കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരുന്നത്. ഇതൊക്കെ സംസ്ഥാന സർക്കാരും പറയുന്നു. അപ്പോൾ ഇതിലെ രണ്ട് ഭാഗത്തും നിൽക്കാൻ ആളുകളുണ്ട്. ഇങ്ങനെ തർക്കിച്ച് എത്ര നാൾ മുന്നോട്ട് പോകുവാൻ കഴിയും? അത് തന്നെ ശ്രീ ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ശ്രീ ഹരിദാസ് ഇവിടെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇവർ രണ്ടുപേരുടെയും ഈഗോയിസവും ഈ ചക്കളത്തി പോരാട്ടവും, ഇവരുടെ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത, ഒരാൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അടുത്തയാൾ സഹായത്തിന് വരും. പരസ്പരം പുറംചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയായിരുന്നു ഇവർ രണ്ടുപേരുടെയും. പക്ഷെ ഇപ്പോ അതിന്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സലിം മടവൂർ ഭംഗ്യം ഞങ്ങളുടെ പാർട്ടിക്കിട്ട് ഒരു കുത്തു നടത്തി. അദ്ദേഹം ചോദിച്ചത്, ഞങ്ങൾ എന്തിനാണ് കരിങ്കൊടിയുമായിട്ട് സമരം ചെയ്തത്? സലിം മടവൂരെ, കേരളത്തിൽ ഞങ്ങൾ കരിങ്കൊടിയുമായിട്ട് സമരം ചെയ്ത ഒരാളും മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് ഒരാളും എടുത്തു ചാടിയിട്ടില്ല. അത് ആലപ്പുഴയിൽ വന്നതിന് ശേഷമാണ്. അത് ഡിസംബർ മാസം 16-ാം തീയതിക്ക് ശേഷമാണ്. നവംബർ 18-ാം തീയതി ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ജാഥ, ആ ജാഥ 30 ദിവസം സഞ്ചരിക്കുന്നതിന് ഒരിടത്തും ഇടയ്ക്ക് ഞങ്ങൾ ഒരു കരിങ്കൊടിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടിയിട്ടില്ല. അത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു ഗീബൽസൺ നുണയാണ്. ആ നുണയെ താങ്കളും ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു നുണയുണ്ട്. സതീശൻ വാ തുറന്നാൽ പറയുന്നു അടി അടി അടി. സതീശൻ ഒരിടത്തും അടി എന്ന് പറഞ്ഞില്ല. സതീശൻ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. തിരിച്ചടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ മുഖ്യമന്ത്രി ഈ കാര്യം ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങയോട് വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ 15-ാം തീയതി അർദ്ധരാത്രി ആയിട്ടില്ല, രാത്രിയുടെ 1-ാം പകുതിയിൽ മുഖ്യമന്ത്രി ഗവർണർ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം എയർപോർട്ടിലേക്ക് പോവുകയാണ്. 3 സ്ഥലത്ത് വെച്ച്
SFIയുടെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിമിനൽ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ 3 സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുമ്പിലേക്ക് ഇവർ എടുത്തു ചാടുന്നത്. ശ്രീ സലീം മടവൂരെ, ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്നു, ഇനി ഗവർണറും നിങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്തുമാകട്ടെ, ഏത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസവുമാകട്ടെ, ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പൊ പീനൽ കോഡ് മാറാൻ പോവുകയാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ 124 എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി 3 ആളുകൾക്കേ ഉള്ളൂ. 1 രാഷ്ട്രപതി, 2 ഉപരാഷ്ട്രപതി, 3 ഗവർണർ. ആ ഗവർണർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം 1861 മെക്കാള പ്രഭു അത് എഴുതുന്ന കാലത്ത് അന്ന് കൊടുത്ത ഇമ്മ്യൂണിറ്റി അത് 150 കൊല്ലമായിട്ട് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗവർണർ എന്ന പദവി അത് മാനിക്കപ്പെടേണ്ട പദവിയാണ്. അദ്ദേഹത്തിന്റെ കാറിന്റെ മുമ്പിലേക്ക് ആത്മഹത്യാ സ്ക്വാഡ് പോലെ SFIക്കാരൻ എടുത്തു ചാടി. ഈ പ്രകോപനങ്ങളെല്ലാം കേരളത്തിൽ ഉണ്ടാക്കുന്നത് ഇത് 50% ഇതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 50%. ഇവർ രണ്ടുപേരും ഹോളി കൗസ് അല്ല, വിശുദ്ധ പശുക്കളല്ല. ഇവർ രണ്ടുപേരും ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ആരാണ് മുന്നിൽ എന്ന് ഇവർ രണ്ടുപേരും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് കേരളത്തിന് ഗുണകരമല്ല. ഇത് കേരളത്തിന് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഞാൻ പറയുന്നു, ഇവിടെ ഒരു ഭരണഘടനാ സ്തംഭനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോവുകയാണ്. ഗവർണറുടെ പ്രഷറില്ലാത്ത ഒരു മന്ത്രിസഭയും മന്ത്രിമാരും തുടരുകയും ആ ഗവർണർക്ക് വിവരങ്ങൾ നൽകാനുള്ള ഭരണഘടനാപരമായ കർത്തവ്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്യാതെയും വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഒരു ഭരണഘടനാ സ്തംഭനമാണ്. ആ ഭരണഘടനാ സ്തംഭനത്തിലേക്ക് കേരളത്തെ എത്തിച്ചത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഈഗോയ്സ് ഒക്കെ ഇന്ന് ഒന്ന് ഈ നഴ്സറി കുട്ടികളെ പോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവർണർ പുറത്തുനിന്ന് വന്ന ഒരാൾ, സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ തലവൻ. ഇനി ഗവർണർ ഒന്ന് അഭിവാദ്യം ചെയ്തില്ല എങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ടൊന്ന് അഭിവാദ്യം ചെയ്തതിന് ശേഷം ഇയാൾ അഭിവാദ്യം ചെയ്യുന്നില്ല എങ്കിൽ അങ്ങ് മാറിപ്പോയാൽ മതിയായിരുന്നു. ദൃശ്യങ്ങൾ കണ്ടു കാണുമല്ലോ. സാധാരണയായിട്ട് മുഖ്യമന്ത്രിയാണ് കൂടുതലായിട്ട് കടുപ്പത്തിൽ ഇരിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഗവർണർ വന്നപ്പോൾ മുതൽ തന്നെ അദ്ദേഹം ആ ഒരു പെരുമാറ്റമായിരുന്നുവല്ലോ. മുഖ്യമന്ത്രി ചില സമയത്ത് ഗവർണർക്ക് നേരെ നോക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷേ രണ്ടുപേരും പരസ്പരം മിണ്ടാൻ തയ്യാറായിരുന്നില്ല. ഞാൻ പറയുന്നത് മഞ്ജുഷേ, നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ 4 പ്രാവശ്യം യുദ്ധം നടന്നിട്ടുണ്ട്. ഈ യുദ്ധം നടന്നതിന് ശേഷവും ലോകരാഷ്ട്രങ്ങളിൽ 2 പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുമ്പോൾ ഒരിക്കൽ വാജ്പേയി 99 യുദ്ധത്തിന് ശേഷം പർവേസ് മുഷറഫുമായിട്ട് എനിക്ക് തോന്നുന്നത് ജർമ്മനിയിലോ മറ്റോ നടന്ന ഒരു സമ്മേളനത്തിൽ പർവേസ് മുഷറഫ് എന്താ പറഞ്ഞേ വാജ്പേയിയെ കണ്ടു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കും ആ യുദ്ധത്തിലുണ്ടായത്. അപ്പം വാജ്പേയി അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു എന്ന് അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അത് ഒരു വലിയ മനസ്സിന്റെ ഉടമയല്ലേ, ഒരു മനസ്സിന്റെ അല്ലേ, അത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 2 ശത്രു രാഷ്ട്രങ്ങൾ തമ്മിലാണ്. നമ്മളുമായിട്ട് 99 യുദ്ധം കഴിഞ്ഞതിന് ശേഷം വളരെ അടുത്ത കാലത്ത് അവർ തമ്മിൽ പർവേസ് മുഷറഫും വാജ്പേയിയും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ മുഷറഫ് മാറിപ്പോകുമ്പോൾ പോലും ഇദ്ദേഹം അഭിവാദ്യം ചെയ്ത് അത് ലോക മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആ കാര്യത്തിൽ പുകഴ്ത്തുകയാണ് ചെയ്ത്, അദ്ദേഹത്തെ ഇകഴ്ത്തുകയല്ല ചെയ്ത്. അത് വാജ്പേയിയെ പോലെ ഒരാളുടെ ഒരു വലിയ മനസ്സിനെയാണ്. ഇവിടെ കേരളത്തിന്റെ ഈ മന്ത്രിസഭയുടെ തലവനായിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി ആ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനും അതിന് അനുമതി കൊടുക്കുന്ന ആ ഗവർണറെ കാണുമ്പോൾ എന്തിനാ ഇത്രയും മസിൽ പിടിച്ച് ഇദ്ദേഹം ഇരിക്കുന്നത്? ഇദ്ദേഹത്തിന് ഒന്നൊരൽപ്പം ചാഞ്ഞുകൊണ്ട് ഒന്ന് അഭിവാദ്യം ചെയ്ത് ഇനി അഭിവാദ്യം തിരിച്ചു ചെയ്യുന്നില്ല എങ്കിൽ ഗീവ് റെസ്പെക്ട് ആൻഡ് ഗെറ്റ് റെസ്പെക്ട് എന്നാണല്ലോ പറയുന്നത്. ആ ഗീവ് റെസ്പെക്ട് എന്നുള്ള 50% ചെയ്യുവാൻ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞില്ല എന്നുള്ള വളരെ പ്രകടമായ പ്രസക്തമായ ഒരു ചോദ്യമാണ് മഞ്ജുഷ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഈ 2 കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധം അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത രീതിയിൽ ഒരു മനുഷ്യനെ കണ്ടു കഴിയുമ്പോൾ അവനെ ഒന്ന് അഭിവാദ്യം ചെയ്യുക. അവൻ ശത്രുവായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ. യുദ്ധം നടക്കുന്ന ഘട്ടങ്ങളിൽ പോലും ശത്രു രാജ്യങ്ങളിലെ മേജർമാരും ജനറൽമാരും ഒക്കെ പോയി അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിവാദ്യം ചെയ്യാറുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് പ്രതിസന്ധി നിൽക്കുമ്പോഴും സേനാപതി വേണു പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. കാരണം ഇതിനെ ലജ്ജാകരം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. നാണക്കേട് കൊണ്ട് തലതാണ് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ. കാരണം ഇത്രയും ഉയർന്ന ഭരണഘടനാ പദവികൾ വഹിക്കുന്ന ആളുകൾ നേർക്കുനേർ മിണ്ടാതെ മുഖം കൊടുക്കാതെ മടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ദൃശ്യം കൂടിയാണല്ലോ രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതിലാണ് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ഈ പ്രകടനം. ഇത് അവസാനിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നേരത്തെയൊക്കെ അവസാനിച്ചതുപോലെ അതൊരു ചായ സൽക്കാരത്തിലോ ഒക്കെ ഒതുങ്ങുന്നത് പോലെ
തീരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇന്ന് വേണമെങ്കിൽ സേനാപതി വേണു പറഞ്ഞതുപോലെ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചതാണ്, ഇങ്ങനൊരു ചായ സൽക്കാരത്തിൽ ഒരു ചായ കുടിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ലേ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ശീത സമരമെന്ന്. അതിനുള്ള അവസരം കൈവന്നിട്ടും അത് മുതലെടുക്കാൻ പറ്റിയില്ല. ആ ചായ തണുത്തുപോയി അവിടെ. ഇതൊക്കെ തീരും മഞ്ജുഷേ. ഇതൊക്കെ ഇപ്പൊ നോക്കി നോക്കൂ. ഇപ്പൊ ഒരു കാശ്മീർ മുട്ടായിയിൽ ഒരിക്കലുള്ള പ്രശ്നം തീർത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. മഞ്ജുഷ നേരത്തെ ഇൻട്രോയിൽ പറയുന്നത് കേട്ടു. ഒരു കാശ്മീർ മുട്ടായിയുടെ പ്രശ്നത്തിൽ തീർത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ വൻ തുക കൊടുത്തിട്ട് ഈ KV തോമസിനെ പോലുള്ളവരെ ഈ ഡൽഹിയിൽ അംബാസിഡർമാരായിട്ടൊക്കെ നിയമിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രശ്നത്തിൽ ഒരു മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നുവെങ്കിൽ ഈ ബില്ലുകൾ ഒപ്പിടാത്ത ഈ ഗവർണറെ കൊണ്ട് ഈ ബില്ലുകളെല്ലാം ഒപ്പിടിപ്പിക്കാമായിരുന്നു. ഈ സംസ്ഥാന സർക്കാരിന്റെ 1 കോടി രൂപ ഈ നമ്മൾ പറയില്ലേ ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകർ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ 2 കൂട്ടർക്കും വന്നു ചേർന്നിട്ടുള്ള ഈഗോന്റെ പേരിലാണ് ഇതൊക്കെ അലിഞ്ഞു പോവും. ഇതൊക്കെ അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ശ്രീ സലീം മടവൂർ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകൾക്ക് അവിടെ കയറാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ ഗുണ്ടായിസല്ലേ ശ്രീ സലീം മടവൂർ? ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോമിനേറ്റ് ചെയ്യാൻ അർഹതയുള്ള വ്യക്തിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ അത് തെറ്റായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് അതിനെ ചോദ്യം ചെയ്യാതെ അവിടേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ അവിടെ ചാർജ് എടുക്കാൻ വരുന്ന നോമിനികളെ അവിടെ നിന്ന് മടക്കി അയച്ചിട്ടുള്ളത് നമ്മൾ പറയും വിദ്യാർത്ഥി സംഘടനകളുടെ ഗുണ്ടായിസം കൊണ്ടല്ലേ. ഗവർണർക്ക് അങ്ങനെ ഒരു ഗുണ്ടായിസം എടുക്കാൻ അവിടെ ആരുമില്ല. കാരണം ഗവർണർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ഗുണ്ടായിസം എടുത്തിട്ട് ആ ബാനറുകൾ മുഴുവൻ അഴിപ്പിച്ചത് കണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ കൈയടിക്കണം എന്ന് തോന്നി. ഒരു ഗവർണർക്ക് അത് ചെയ്യാൻ പറ്റിയില്ലേ? ഒരു ഗവർണറെ അതിഥിയായി കാണേണ്ട ഒരു സ്ഥലത്ത് അദ്ദേഹത്തിനെതിരെ അങ്ങേയറ്റം അശ്ലീല വാക്കുകൾ എഴുതിയ ബാനർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് തന്നെ നീക്കം ചെയ്യേണ്ടത് വന്നത് നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു അതിഥി സൽക്കാരത്തിന്റെ മോശപ്പെട്ടൊരു സന്ദേശമാണ് അത്തരത്തിലൊരു ബാനർ വെക്കുന്നതിലൂടെ നൽകിയിട്ടുള്ളത്. അതുമാതിരി താങ്കൾ പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റിയിലെ മറ്റേ വൈസ് ചാൻസലർ ആ ബാനറുകൾ മാറ്റാൻ നിർദ്ദേശിച്ചിട്ട് അതിന് പോലും സാധിച്ചില്ല. അതിലൊക്കെ എന്ത് അത്ഭുതമാണുള്ളത്? വിദ്യാർത്ഥി ഗുണ്ടായിസത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് നമുക്കൊക്കെ ഇത് കണ്ടില്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നാളെ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഞാൻ ഈ ചർച്ച കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ 4 വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ എന്നെ തടഞ്ഞു വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സംഘടിത ശക്തിയാണ്. ആ സംഘടിത ശക്തിയുടെ മുമ്പിൽ ഗവർണർ തോറ്റതിനെ പറ്റി പറയരുത്. ശ്രീ വേണു അങ്ങ് പറഞ്ഞിട്ടുള്ളതിന് എനിക്ക് അങ്ങേയറ്റം ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. ഇന്ന് രാജ്ഭവനിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. രാജ്ഭവനിൽ ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ അവിടേക്ക് വന്ന മുഖ്യമന്ത്രിയെ പക്വതയുടെ പേരിൽ ഈ മുഖ്യമന്ത്രി പക്വതക്കുറവ് പല സമയത്തും കാണിച്ചിട്ടുള്ളതാണ്. കടക്ക് പുറത്ത് തുടങ്ങിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച നികൃഷ്ടജീവി മുതൽ പരനാരി പ്രയോഗം വരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രായത്തിന്റെ പക്വത അദ്ദേഹം ഒരു കാര്യത്തിലും കാണിച്ചിട്ടില്ല. ശ്രീ അച്യുതാനന്ദനെ വരെ, സഖാവ് അച്യുതാനന്ദനെ വരെ അങ്ങേയറ്റം കുറ്റം പറഞ്ഞുകൊണ്ട് കടലിലെ തിര ബക്കറ്റിൽ വെള്ളം കോരിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം പറഞ്ഞ് അച്യുതാനന്ദനെ ഇരുത്തി അപമാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ ഗവർണർ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. പിന്നെ ഗവർണർ വന്ന വഴിയെക്കുറിച്ചിട്ട് ശ്രീ സലീം മടവൂർ പറഞ്ഞു. ഈ PV ശ്രീനജനും PV അൻവറയൊക്കെ നാറിയവനെ ചുമക്കുന്നവന് നാറും എന്ന് പോലും അറിയാതെ ഇന്ന് ഇടതുപക്ഷം ചുമക്കുന്നത് ഏത് വഴിക്ക് വന്നവരാണവർ? ഇപ്പൊ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കിയിട്ടുള്ള വെച്ചിട്ടുള്ള ശ്രീ പ്രശാന്ത് ഏത് വഴിക്ക് വന്നിട്ടുള്ളവരാണ്? അപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ഗവർണർ വന്ന വഴിയെ കുറിച്ചിട്ടൊന്നും പറയാനുള്ള അർഹതയൊന്നും നമുക്ക് ആർക്കുമില്ല. കാരണം രാഷ്ട്രീയം അത്രത്തോളം നാറി. കാരണം UDF-ൽ നിന്നും ഇടതുപക്ഷത്തേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്നിട്ടുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് പറയാനാണ്? അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ വേണു ഇന്ന് ഗവർണർ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ടതായിരുന്നു. വേണു മുഖ്യമന്ത്രി അങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇപ്പൊ മഞ്ജുഷ് പറയുന്നു ഞാൻ ആ ദൃശ്യങ്ങൾ മുഴുവൻ കാണാൻ എന്റെ ജോലി തിരക്ക് മൂലം സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പലപ്പോഴും അദ്ദേഹത്തെ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഗവർണർ അല്പം പക്വത കാണിച്ചുവെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണമാണ് ഇവർ രണ്ടുപേരും ശമ്പളമായിട്ടും മറ്റ് ആനുകൂല്യങ്ങളായിട്ടും മറ്റ് ചെലവുകൾക്കായിട്ടും ഇവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് ആയിട്ടും കൈപ്പറ്റുന്നത് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാതിരിക്കാൻ ഈ ഗവർണർക്ക് ഈ മുഖ്യമന്ത്രിക്ക് ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയാമായിരുന്നു. അതേസമയം സർക്കാരാണ് കേട്ടോ, സർക്കാരിന്റെ ചെലവിലാണ് ഇതെല്ലാം നടത്തുന്നത്. ആ സത്യപ്രതിജ്ഞ ചടങ്ങിന് പൊലിമ കുറയാൻ കാരണമാക്കിയത് ഇവരുടെ ഈ ഈഗോ പ്രശ്നമാണ്. വെറുതെ കാശും ചെലവാക്കി ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് അവിടെ നടത്തിയിട്ട് ഒരു വാക്കും കൂടിയും പറഞ്ഞോട്ടെ പ്ലീസ്.
ഒരു വാക്കും കൂടി, ഈ മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് ഈ ഗവർണറാണ് എന്നിരിക്കെ ഈ ഗവർണറെ അല്പമെങ്കിലും മര്യാദയോടെ പ്രോട്ടോകോളിന്റെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഏത് പരിധി പരിശോധിച്ചാലും മുഖ്യമന്ത്രിയേക്കാൾ ഒരു മില്ലിമീറ്റർ മുകളിൽ നിൽക്കുന്ന ഈ ഗവർണറോട് മുഖ്യമന്ത്രിക്ക് അല്പം കൂടി മര്യാദയായി പെരുമാറാമായിരുന്നു എന്നാണ് മഞ്ജുഷ എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇങ്ങനെയാണെങ്കിൽ ഇനി നിയമസഭാ സമ്മേളനം ചേരാൻ പോവുകയാണ്. കഴിഞ്ഞ തവണയും ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ സമയത്ത്. അത് വീണ്ടും ഗവർണർ എടുത്തിടുകയാണെങ്കിൽ വീണ്ടും ഒരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണിപ്പോൾ. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ ഭരണഘടന ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കാൻ ഗവർണർക്ക് കഴിയില്ല. ഇപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനം ഗവൺമെൻറ് സർക്കാർ എഴുതി കൊടുക്കുന്നു, അവിടെ വന്ന് അദ്ദേഹം ഒരു യന്ത്രം പോലെ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോകുമായിരിക്കും. ഇനി എന്തായാലും വരട്ടെ, ഞാൻ ഇവിടെ ഈ പറഞ്ഞ ഇവർ എല്ലാവരും പറഞ്ഞ വാദങ്ങൾക്കകത്ത് അതിൻ്റേതായ കഴമ്പുണ്ട്. അതായത് ഒരു ഭരണത്തിൻ്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ തമ്മിലുള്ള ഈ രീതിയിലുള്ള ഈഗോ ക്ലാഷ് വലിയ പ്രശ്നം തന്നെയാണത്, നാണക്കേടുമാണത്. ഇപ്പോൾ ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാര്യം ഗവർണർ വരുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ പരസ്പരം കൈ കൊടുക്കണം, ചിരിക്കണം, വർത്തമാനം പറയണം, ഇതൊന്നും ഭരണഘടനയ്ക്കകത്തോ നിയമത്തിൻ്റെ അകത്തൊന്നും പറയുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ചില സുജന മര്യാദകളാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ പറഞ്ഞ ശ്രീ PG ഹരിദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗവർണർക്ക് അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് കൈ കൊടുക്കാമായിരുന്നു, ചായ കുടിക്കാൻ വിളിക്കാമായിരുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ ഗവർണർ കൈ നീട്ടി അയാൾ മൈൻഡ് ചെയ്യാതെ ഉറപ്പ് പറയാൻ പറ്റില്ല ആർക്കും. അവിടെ ആ പൊതുവേദിയിൽ വഴിയെ കൂടെ പോകുന്ന, ആകാശത്തൂടെ പോകുന്ന അപമാനം ഏണി വെച്ച് മേടിക്കാൻ ഗവർണറും തയ്യാറല്ലെന്നേ. അല്ല, കഴിഞ്ഞ നോക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സജി ചെറിയാൻ രണ്ടാമത് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആ സമയത്ത്. പക്ഷെ അവിടെ ഒരു നോട്ടത്തിൽ അത് അലിഞ്ഞില്ലാതായിരുന്നു കേട്ടോ. അതെങ്കിലും മനസ്സിൽ വെക്കാമായിരുന്നു രണ്ടുപേർക്കും. അല്ല, അതിനുശേഷം ഭാരതപ്പുഴയിലൂടെയും പെരിയാറിലൂടെയും വെള്ളമൊക്കെ ഒരുപാട് ഒഴുകി പോയില്ലേ. ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു അന്നും. ഇതൊക്കെ തന്നെ ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നും പരസ്പരം ചീത്ത വിളിച്ചിട്ടുണ്ട്. മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചിട്ടുണ്ട്, തിരിച്ചിങ്ങോട്ട് ചീഫ് മിനിസ്റ്റർ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഉണ്ട്. അതായത് ഈ പിണറായി വിജയൻ എന്ന വ്യക്തി, അത് പൊതുവേദി ആയിക്കോട്ടെ, പാർട്ടി വേദി ആയിക്കോട്ടെ, സർക്കാർ വേദി ആയിക്കോട്ടെ, ആരോടെപ്പോൾ എങ്ങനെ പെരുമാറും എന്ന് പറയാൻ പറ്റില്ല. കാര്യം ധാർഷ്ട്യം, അഹങ്കാരം എന്നുള്ളത് ഈ മനുഷ്യൻ്റെ മുഖമുദ്രയാണ്. നമ്മളിത് എത്ര എണ്ണം കണ്ടെന്ന്, ആദ്യമായിട്ടല്ലല്ലോ, എത്ര പ്രാവശ്യം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ മുഖ്യമന്ത്രിയുടെ അഹങ്കാരത്തിന്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അഹങ്കാരത്തിന് എത്ര പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, എവിടെയെല്ലാം. നമ്മളിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചിറക്കി വിട്ടത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ ഗവർണറെ അവിടെ വെച്ച് കിട്ടുന്നൊരു സമയത്ത് അപമാനിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലെന്നേ. അതാണ് ഈ മനുഷ്യൻ്റെ ചരിത്രം, അതാണ് ഈ മനുഷ്യൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ്. അത് സ്വന്തം പാർട്ടിക്കാരെ പോലും, സ്വന്തം സഖാക്കളെ പോലും. അന്നൊരിക്കൽ കേട്ടിരുന്നു, ഇവര് ആരാണ്, എന്താണ്, നമ്മുടെ ശൈലജ ടീച്ചർ ഒരു പ്രാവശ്യം കണ്ട അവരുടെ ആ പരിചയ അനുഭവം വെച്ച് വിജയേട്ടാന്ന് അങ്ങോട്ട് വിളിച്ചപ്പോഴേക്ക് ഈ പുള്ളി ചൂടായ കാര്യം. ഇതാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്വഭാവം. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ആകാശത്തൂടെ പോകുന്ന അപമാനം എന്തിനാ വലിച്ചു വെക്കുന്നത് എന്ന് ഗവർണർ ചിന്തിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ലെന്നേ. അതാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, എല്ലാവരോടും സൗമ്യമായിട്ടും ചിരിച്ചും വളരെ പരിണിതപ്രജ്ഞതയോടെ പെരുമാറുന്ന ഗവർണർ ഈ ഒരു മനുഷ്യനോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നുവെങ്കിൽ അത് ഗവർണറുടെ കുറ്റമല്ല. അതേസമയം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം അറിയാവുന്നതാണല്ലോ. നമ്മൾ കാണുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവരോടും ചിരിച്ചും കളിച്ചും ഇടപെടുന്ന ആളാണ്. ഷാബു പറയുന്നു മുഖ്യമന്ത്രിയോട് മാത്രമേ ഈ ഒരു വിഷമം, ഈ ഒരു
മുഖം കറുപ്പിക്കൽ അദ്ദേഹത്തിനുള്ളൂ എന്ന് അത് പലപ്പോഴും ദൃശ്യങ്ങളിലും കാണാറുണ്ട്. ഇപ്പോൾ ഇന്ന് മറ്റേ നിയുക്ത മന്ത്രിമാരെയും അവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമൊക്കെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരോട് ഇടപെട്ടത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പോയ ശേഷം അദ്ദേഹം ആർത്തുല്ലസിക്കുകയായിരുന്നു രാജ്ഭവനിൽ, വളരെ സന്തോഷവാനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു തീർത്തോട്ടെ, ഈ വിദ്യാർത്ഥി സംഘടനകളുടെ മുദ്രാവാക്യത്തിനനുസരിച്ച് തുള്ളുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ വിളിക്കായിരുന്നു, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ എല്ലൂരും പല്ലൂരും അയ്യാറെട്ടിന് വളമാക്കുക ചെയ്യുന്ന കാര്യമാണോ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്നാലും ഇത് കാണട്ടെ എന്ന് പറഞ്ഞ് തല്ലുവിടാൻ വരിക. അപ്പൊ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്ന മുദ്രാവാക്യത്തിനനുസരിച്ചിട്ട് എന്നാ ഞാനൊന്ന് കോഴിക്കോട്ട് കാലുകുത്തട്ടെ, എന്താ ഞാൻ യൂണിവേഴ്സിറ്റി താമസിക്കട്ടെ എന്നൊരു ഉത്തരവാദപ്പെട്ട ഗവർണർ അവിടെ പോയിട്ട് ഈ വാശി തീർക്കാൻ 3 ദിവസം കിടക്കുന്നു. അദ്ദേഹം എന്തൊക്കെയോ കാട്ടി ആ മിഠായി തെരുവിൽ പോലീസ് വേണ്ടെന്ന് പറഞ്ഞു. ഒരു പറ്റം BJP-ക്കാർ അവിടെ അണിനിരത്തി അവരെയും കൂട്ടിയിട്ട് ഷോ കാണിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ കേരളത്തിലെ പോലീസ് പൊളിച്ചു. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പരിപ്പ് വേവിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊന്നും കേരളത്തിൽ ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ഇപ്പൊ ഞാൻ ഈ ചാനലിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഞാൻ പറഞ്ഞു, പാർലമെന്റില് 1989 രാംദുലാരി സിൻഹ കേരളത്തിന്റെ ഗവർണർ ആയിരിക്കുമ്പോൾ, K. ചന്ദ്രശേഖരൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ 13 സെനറ്റ് പ്രതിനിധികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്തു. അതിൽ 8 പേരെ റിജക്ട് ചെയ്തു. അത് പാർലമെന്റിൽ ഉന്നയിച്ചത് ശ്രീ അരങ്ങിൽ ശ്രീധരനാണ്. അപ്പൊ ശ്രീ അരങ്ങിൽ ശ്രീധരൻ അത് ഉന്നയിച്ച സമയത്ത് അന്നത്തെ ഉപരാഷ്ട്രപതി പറഞ്ഞു ഇതിവിടെ ഉന്നയിക്കാൻ പറ്റില്ല, ഗവർണർക്കെതിരെ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു ഗവർണറുടെ ചാൻസലർ എന്നുള്ള നിലക്കുള്ള തീരുമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ അതും അനുവദിക്കാതിരുന്നപ്പോ അന്ന് പാർലമെന്റിൽ ഇടപെട്ടത് സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി ആണ്. അദ്ദേഹം ഉപയോഗിച്ച വാചകം, മൈ ഫ്രണ്ട് മിസ്റ്റർ ശ്രീധരൻ ഈസ് ഡിസ്കസിംഗ് നോട്ട് ദി കോണ്ടക്ട് ഓഫ് ദി ഗവർണർ ബട്ട് ദി കോണ്ടക്ട് ഓഫ് ദി ചാൻസലർ ദാറ്റ് ക്യാൻ ബി ഡിസ്കസ്ഡ് എന്നാ പറഞ്ഞത്. ചാൻസലർ എന്നുള്ള നിലക്കുള്ള ഗവർണറുടെ തെറ്റായ പ്രവർത്തനത്തെ അവിടെ ചർച്ച ചെയ്യണമെന്നാ പറഞ്ഞത്. അപ്പൊ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഗവർണർക്ക് ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കൊടുക്കുന്ന ലിസ്റ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ് ഗവർണർ ചെയ്യേണ്ട സാമാന്യ മര്യാദ. ഗവർണർ സ്വന്തം നിലയ്ക്ക് തന്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് അരാജകത്വം ഉണ്ടാക്കുമോ എന്ന് പാർലമെന്റിലെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ സോഷ്യലിസ്റ്റായ HV കമ്മത്ത് ചോദിച്ചപ്പോ അന്നത്തെ ഉത്തരവാദപ്പെട്ട ദേശ്പാണ്ഡെ അതുപോലെ അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എല്ലാവരും പറഞ്ഞത്, പിന്നീട് അംബേദ്കർ തന്നെ അതിന് മറുപടി കൊടുത്തത്, അത് ആ സമയത്ത് ദ വിസ്ഡം ഓഫ് ദ ഗവർണർ എന്നാ പറഞ്ഞത്, അത് ആണ് നടപ്പിലാവുക. അതായത് ഈ ഡിസ്ക്രിഷണറി പവർ അനധികൃതമായി ഉപയോഗിക്കില്ല, വിസ്ഡം ഓഫ് ദ പവർ ഗവർണർ ആൻഡ് ദ വിസ്ഡം ഓഫ് ദ പീപ്പിൾ ഹു അപ്പോയിന്റ് ദ ഗവർണർ എന്നാ പറയാം. ഈ 2 കാര്യങ്ങൾ പ്രിവെയിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഗവർണർക്കും വിസ്ഡം അല്ല, അപ്പോയിന്റ് ചെയ്ത ആളുകൾ ഗവർണറെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ കേരളത്തിൽ അരാജകത്വം ഉണ്ടാക്കുകയാണ്. പക്ഷെ താങ്കൾ ഈ പറയുന്ന സർവകലാശാലകളുടെ കാര്യത്തിൽ അദ്ദേഹം ചാൻസലർ എന്ന നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ചാൻസലർക്ക് വിവേചനാധികാരമുണ്ട് ആ കാര്യത്തിൽ. അവിടെ സർവകലാശാല VC അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കുക എന്നുള്ളത് നിയമത്തിൽ പറയുന്നില്ല. അതിന് കീഴ്വഴക്കം മാത്രമേ ആകുന്നുള്ളൂ. അത് അതേപടി അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അതാണല്ലോ ഈ രാംദുലാരി സിൻഹയുടെ കാര്യത്തിൽ സംഭവിച്ചത്. അന്ന് K. കരുണാകരൻ കൊടുത്ത ലിസ്റ്റിൽ നിന്നും നിയമനമുണ്ടായി. അതുകൊണ്ടാണല്ലോ നയനാർ ഭരിക്കുന്ന കാലത്ത് ലിസ്റ്റിൽ പകുതിയോളം പേരെ മാത്രമേ അവർ അത് നോമിനേറ്റ് ചെയ്തുള്ളൂ സെനറ്റിലേക്ക്. ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, അന്ന് K. കരുണാകരൻ കൊടുത്ത പട്ടികയിൽ നിന്ന് പകുതി പേരെ എടുക്കുകയും ചെയ്തു. അതായിരുന്നല്ലോ അന്നത്തെ ഏറ്റവും വലിയ വിവാദ വിഷയമായി തീർന്നത്. അന്ന് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു പോരിലേക്ക് നയിച്ചതും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. VC ഒരു ലിസ്റ്റ് കൊടുക്കുന്നു. VCയുടെ ലിസ്റ്റ് കേരള സർവകലാശാലയിൽ എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൊടുത്ത പട്ടിക അതേപടി VC ചാൻസലർക്ക് നൽകുകയായിരുന്നു, ഗവർണർക്ക് നൽകുകയായിരുന്നു. പക്ഷെ അദ്ദേഹം അത് അംഗീകരിച്ചില്ല. പകരം അദ്ദേഹത്തിന്റെ പട്ടികയിൽ നിന്ന് അദ്ദേഹം ആളുകളെ വെച്ചു. അല്ല മഞ്ജുഷ, രാംദുലാരി സിൻഹ ചെയ്തത് ശരിയല്ല എന്ന് അരങ്ങിൽ ശ്രീധരൻ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ അതിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞാൽ വാജ്പേയി BJP-യുടെ സമുന്നത നേതാവ്. ആ തെറ്റാണ് ഇന്ന് ഇവിടുത്തെ BJP-ക്ക് നോമിനേറ്റ് ചെയ്ത ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഉന്നയിച്ചത്. ഇവിടെ ഈ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിക്കുന്നത്. ഡിസ്ക്രിഷണറി പവർ അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റിൽ യോഗ്യരായ ആളുകൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചൂണ്ടിക്കാട്ടാം. ലിസ്റ്റ് കൊടുക്കാൻ പറ്റില്ല ശ്രീ സലീം അടവൂർ. ഗവൺമെന്റ് സമ്മതിക്കില്ല. ഗവൺമെന്റ് ലിസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ചാൻസലർക്ക് ഒരു ലിസ്റ്റ് കൊടുക്കാനൊന്നും പറ്റുകയില്ല. അങ്ങനെ ഈ വൈസ് ചാൻസലർ പോലും കൊടുക്കുന്നത് ഒരു കീഴ്വഴക്കം മാത്രമേ ആകുന്നുള്ളൂ. അത് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല വൈസ് ചാൻസലർ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. കൊടുക്കുന്നത് വൈസ് ചാൻസലർ ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ താല്പര്യം അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം.
CPM-കാരെ തിരികെ കയറ്റാൻ പറ്റിയില്ല ഈ ഗവർണർ കാരണം. അതാണല്ലോ വിഷയം. കേരള സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും സെനറ്റിലേക്ക് അല്ലല്ല CPM നോമിനികളൊക്കെ തിരികെ കയറ്റാൻ പറ്റില്ല, അത് ഗവർണർ തടഞ്ഞു. അതാണ് ഗവർണറോടുള്ള ഈ ദേഷ്യത്തിന് കാരണമായിരിക്കുന്നത്. അല്ല മഞ്ജുഷേ, ഗവർണർ ആരെയാ തിരികെ കയറ്റിയത്? ഇപ്പൊ തിരികെ കയറ്റിയത് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ തിരികെ കയറ്റിയില്ലേ? വാർത്ത വന്നില്ലേ? റിമാൻഡിലായി. അതിന് ഗവർണർ നൽകിയിരിക്കുന്ന മറുപടി അദ്ദേഹത്തെ തടയാൻ വന്ന ആളുകൾ എത്ര കേസുകളിൽ പ്രതിയാണെന്നാണ്. വിദ്യാർത്ഥി സംഘർഷ കേസുകളിൽ പ്രതിയാണെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം. പിന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ കോൺഗ്രസിന്റെ നോമിനികളുമുണ്ട്, മുസ്ലിം ലീഗിന്റെ നോമിനികളുമുണ്ട്, CPM-ന്റെ 2 ആളുകളുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അല്ലാതെ പട്ടിക അതേപടി ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം BJP-കാരുടെ പട്ടിക അതേപടി അംഗീകരിച്ച് കയറ്റിവിടുകയല്ലായിരുന്നു. അല്ല, കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിനിധികളൊക്കെ തന്നെ ഗവർണർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ കാട്ടിക്കൂട്ട കേരളത്തിൽ BJP-ക്ക് വേണ്ടി നിലമൊരുക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ BJP-ക്ക് വേണ്ടി നിലമൊരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണറുടെ കയ്യിലെ പാവകളെ പോലെ കോൺഗ്രസും BJP-യും ഒക്കെ തന്നെ അതിനനുസരിച്ച് ആടിക്കൊടുക്കുകയാണ്. അവരറിയുന്നില്ല ഈ സംസ്ഥാനത്ത് BJP കോൺഗ്രസ് കൂടെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ UDF സംവിധാനം കൂടെ സ്വയം തകർത്തുകൊണ്ടാണ് ഇവിടെ എന്താ പറയാ, ആങ്ങളെ മരിച്ചാലും വേണ്ടിയില്ല നാത്തൂന്റെ കണ്ണുനീര് കാണണമെന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇവിടെ കേരളത്തില് UDF-ഉം കോൺഗ്രസും ഒക്കെ ഇല്ലാതായി പോയാലും വേണ്ടിയില്ല പിണറായി വിജയൻ സങ്കടപ്പെടുന്നത് കാണണം. കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ പ്രയാസങ്ങൾ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി ഇവരെ നിൽക്കുന്നത്. അതിനാണ് ഗവർണർക്ക് പിന്തുണ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ പിന്തുണ ഗവർണർ കൊടുക്കുന്നില്ല കേട്ടോ. വിമർശിക്കേണ്ട സമയങ്ങളിൽ ഗവർണർക്കെതിരെ നിലപാട് എടുക്കുന്നുണ്ട് കോൺഗ്രസ്. ശ്രീ സേനാപതി വേണു, അങ്ങനെ ഗവർണർക്ക് പൂർണ്ണമായ ഒരു പിന്തുണ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ? അല്ലെ, ഈ സലീം മടവൂരെ ഈ ഗവർണർക്കെതിരെ ആദ്യം നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നത് അത് UDF ആണ്. അങ്ങ് ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യമായി ഈ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത്. ആ പ്രമേയത്തെ ഇടതുപക്ഷക്കാര് പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം സമൂലം അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇനി അങ്ങ് പറയുന്നത്, ഞാൻ അങ്ങയോട് വിനീതമായിട്ട് ചോദിക്കട്ടെ, ഇവര് തമ്മിൽ അപ്പൊ ഞങ്ങൾ ഗവർണറെ പിന്തുണയ്ക്കുന്നു, ഞങ്ങൾ ഈ ഗവർണറെ പിന്തുണയ്ക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഗവർണർ, പക്ഷെ ചില കാര്യങ്ങളിൽ ഗവർണർ എടുത്ത ഒരു നിലപാട്, ഇപ്പോ ഒന്ന് എന്താ പറഞ്ഞ ലോകായുക്തയുടെ പല്ലും നഖവും കൊഴിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന പുതിയ ബില്ല്, ആ ബില്ല് ഗവർണർ തടഞ്ഞു വെച്ചു. ഞങ്ങൾ അതിനെ പിന്തുണച്ചു. കാരണം എന്താ, അത് വളരെ സത്യസന്ധമായിട്ട് നമ്മുടെ നാട്ടിൽ അഴിമതി തടയുന്നതിന് പര്യാപ്തമായി കൊണ്ടുവന്ന ബില്ല്, ആ ബില്ലിന്റെ അധികാരങ്ങൾ മുഴുവൻ, അതായത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ലോകായുക്തയുടെ വിധി വരുന്നതെങ്കിൽ അത് നിയമസഭ അതിന് എന്താ പറഞ്ഞ കൺഫർമേഷൻ കൊടുക്കുകയും, ഇനി MLA-മാർക്ക് ആർക്കെങ്കിലും എതിരായിട്ടാണ് ഒരു വിധി വരുന്നത് എങ്കിൽ അത് മുഖ്യമന്ത്രി അത് പരിശോധിക്കുകയും എന്നൊക്കെ രീതിയിൽ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ആ നിയമം തന്നെ നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ ഗവർണർ എടുത്തിരിക്കുന്ന ചില നിലപാടുകളെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഗവർണർ എടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പിന്തുണയ്ക്കുകയോ ഞങ്ങൾ അങ്ങനെ ഒരു പിന്തുണ കൊടുക്കുന്നു എന്നുള്ള ആരോപണം തന്നെ തെറ്റാണ്. പിന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ SFI-ക്കാർ നടത്തുന്ന ഈ സമരം 4 പേരെ സെനറ്റിലേക്ക് നിയമിച്ചതിനെ ഹൈക്കോടതി അത് റദ്ദ് ചെയ്തു. ആ റദ്ദ് ചെയ്തതോടുകൂടി ആ ഇഷ്യൂടെ അവസാനിച്ചില്ലേ? അതോ കൽപ്പാന്ത കാലം വരെ നിങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സമരത്തിന്റെ, SFI-ക്കാരുടെ സമരത്തിന്റെ ലക്ഷ്യം? നിങ്ങൾ പണ്ട് വിളനിലത്തിനെതിരെ സമരവുമായിട്ട് വന്നു, നിങ്ങൾ പ്രീ ഡിഗ്രി ബോർഡിനെതിരെ സമരവുമായിട്ട് വന്നു, നിങ്ങൾ സ്വാശ്രയ കോളേജിനെതിരെ സമരവുമായിട്ട് വന്നു. ഇതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് പിന്നീട് നിങ്ങളുടെ നിലപാടുകളും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അവസാനിച്ച ഒരു ഇഷ്യൂ, അതായത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇവർ അയോഗ്യരാണ്, അവരെ 4 പേരെ അയോഗ്യരാക്കി അവർ പുറത്താക്കി. അതോടുകൂടി ആ ഇഷ്യൂ അവിടെ അവസാനിച്ചതല്ലേ? പിന്നെന്തിനാണ് ഈ സമരവുമായിട്ട് ഈ ഗവർണർ വാഹനത്തിന് മുമ്പിലേക്ക് നിങ്ങൾ ഈ ചാവേറുകളെ പോലെ ചാടി വീഴുന്നത്? എന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരത്തെ നിങ്ങൾ ആക്ഷേപിക്കുകയും അതിനേക്കാളൊക്കെ എത്രയോ നിന്ദ്യമായ രീതിയിലാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഒരാൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടിയില്ല, അങ്ങനെ ചാടിയെന്ന് മുഖ്യമന്ത്രി മാത്രമേ പറയുന്നുള്ളൂ. അതെല്ലാം മാധ്യമങ്ങൾ ഇതിന്റെ വിഷ്വലുകളുണ്ട്. പക്ഷേ SFI-കാരൻ ചെയ്തെന്താ? ഗവർണറുടെ വാഹനം തടഞ്ഞ് ആ വാഹനത്തിന് കേടുപാടുകൾ വരുത്തുന്ന ഒരു സംഭവം. ഒരുപക്ഷെ ഈ രാജ്യത്തെ ആദ്യത്തെ സംഭവമായിരിക്കാം അങ്ങനത്തെ ഒരു കാര്യം. അപ്പോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുകയും അതിനുശേഷം ഗവർണറുടെ പ്രശ്നമുണ്ടാക്കുന്നു. ഞാൻ ശ്രീ ഹരിദാസ് സാർ പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത്
ഇന്ന് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. രാജ്ഭവൻ ഗവർണറുടെ അധീനതയിലുള്ള അദ്ദേഹമാണ് ആ വീടിന്റെ നായകൻ എന്ന് വേണമെങ്കിൽ, ആ വീട് ഗ്രഹനാഥൻ എന്ന് പറയാം. അവിടെ മുഖ്യമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും ആ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരു ബാധ്യത ഗവർണർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇനി ഗവർണർ ഒരു അനൗചിത്യം കാണിച്ചു അല്ലെങ്കിൽ ഔചിത്യക്കുറവ് കാണിച്ചു എന്നതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതേ രീതിയിലാണോ പ്രതികരിക്കേണ്ടത്? ഇവർ രണ്ടുപേരും അതേ രീതിയിലാണോ പ്രതികരിക്കേണ്ടത്? ഇവർ രണ്ടുപേരുടെയും ഈഗോയിസം ഈ നാട്ടിനുണ്ടാക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി അതിന്റെ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലെ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ഗവർണർ ഒപ്പിടേണ്ട അടിയന്തര പ്രാധാന്യമുള്ള ചില ബില്ലുകളുണ്ട്, അങ്ങനെയുള്ള ബില്ലുകളിൽ ഒപ്പിടുന്നില്ല. അപ്പൊ ഇന്നത്തെ ഒരു സംഭവം കൂടെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അവര് തമ്മിലുള്ള അടുപ്പം അത് വല്ലാത്ത രീതിയിൽ അകന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് തടസ്സങ്ങൾ ഉണ്ടാകും. ഗവർണറെ എങ്ങനെ പരമാവധി ഉപദ്രവിക്കാം എന്നുള്ളതായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും അവരുടെ പാർട്ടിയുടെയും ഒക്കെ തീരുമാനം. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ ബുദ്ധിമുട്ട് ഒരു സുഗമമായ ഭരണം ഇവിടെ ഇല്ല എന്നുള്ള ഒരു നിലയിലേക്ക് കേരളം മാറും. അതിന്റെ ബുദ്ധിമുട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. ഗവർണർ ഇനി ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ 6-8 മാസം കഴിഞ്ഞാൽ ഗവർണർ അങ്ങ് പോകും. 2 കൊല്ലമാണ് ഈ ഗവൺമെന്റ് ഒരു കാലാവധി, അല്ലെങ്കിൽ 2.25 കൊല്ലമാണ്. പക്ഷെ ആ 2.25 കൊല്ലത്തിനുള്ളിൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങൾ ലഭിക്കാതെ പോവുകയും ഭരണഘടനാപരമായിട്ടുള്ള സ്തംഭനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും ചെയ്യുന്നതിന് ഇവർ രണ്ടു കൂട്ടരുടെയും ഈഗോയിസം ഇതിടയാക്കിയിരിക്കുന്നു. ഇപ്പൊ മുമ്പൊക്കെ SS കാങ്, അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം നയനാർ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്നു. അതിനുശേഷം ആന്റണി ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് എഴുതിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുൻ ഗവൺമെന്റിനെ അവരെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ എഴുതിയപ്പോ അദ്ദേഹം അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ആ ഭാഗം പ്രസംഗിക്കാതെ വിട്ടതും മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വളരെ വിവാദം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗവർണർമാര് അവരുടെ ചില നിലപാടുകളിലൊക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ അവർ സ്വീകരിക്കാറുണ്ട്. അതിനർത്ഥം ഇനി ഞങ്ങൾ ഈ ഗവർണറുമായിട്ട് മിണ്ടത്തില്ല, ഇത് പാകിസ്ഥാൻകാരനെ പോലെയാണ് അല്ലെങ്കിൽ ശത്രു രാജ്യത്തിന്റെ ആളാണ് എന്നൊരു നിലയിലേക്ക് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആളുകളും ആരാണ് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് ഇവിടെ സലിം മടവൂർ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പിണറായി വിജയന്റെ കണ്ണീര് കാണും. അതിപ്പോ കേരളത്തിലെ ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ആളുകളെല്ലാം ഇതുപോലെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും നിൽക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങൾ 36 ദിവസം നടത്തിയ നിങ്ങളുടെ ഈ നവകേരള സദസ്സ്, ആ സദസ്സിന് എന്താണ് ആളുകൾക്ക് പ്രയോജനം കിട്ടിയത്? ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങളൊക്കെ വിമർശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രിക്ക് വേണ്ടി ആളുകളെ തല്ലി കയ്യും കാലും ഒടിയിക്കുന്ന അല്ലെങ്കിൽ തലപൊട്ടിക്കുന്ന ആളുകൾക്കൊക്കെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന ആ ഒരു ഏർപ്പാടുണ്ടല്ലോ, അതൊക്കെ കേരളത്തിൽ അത് ആദ്യത്തെ സംഭവമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും അത് കേരളത്തിന് ഗുണകരമല്ല എന്നുള്ള കാര്യം സർക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് സംസ്ഥാന ഗവർണറെ കൊണ്ട്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർ വൈകുകയാണ്. അതിനാൽ തന്നെയാണല്ലോ സുപ്രീം കോടതി അതിന് വേണ്ട ഒരു മാർഗനിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ സമയത്ത് പലപ്പോഴും കോടതികളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ നിരീക്ഷണങ്ങളും സംസ്ഥാന സർക്കാരിന് അനുകൂലമാണ്. ആ സമയത്ത് ഗവർണർ അതിൽ കെറുവിക്കുകയാണ്. അങ്ങനെയും ഒരു സാഹചര്യമുണ്ടല്ലോ സംസ്ഥാനത്ത്. ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഈ ഗവർണർ കേരളത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത് പരിചയത്തിൻ്റെ ഒന്നും ഒരു പക്വത കാണിച്ചുകൊണ്ടല്ല അദ്ദേഹം മുൻപോട്ട് പോകുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും വരുന്ന പരാമർശങ്ങൾക്കും സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാടുകൾക്കും സുപ്രീം കോടതി നിരീക്ഷണങ്ങൾക്കും വരെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഈ ഗവർണറുടെ കാഴ്ചപ്പാടിനോടൊന്നും നമുക്ക് യോജിപ്പില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ സർവ്വവിധ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ഇദ്ദേഹം പിടിച്ചു വെച്ച ബില്ലിൽ ശ്രീ മഞ്ജുഷ് ഒരു സംഗതിയുണ്ട്. അതായത് ഈ ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബില്ല് ഇദ്ദേഹം പിടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ അത് RDOന് മാത്രമാണ് അധികാരം. ഈ ഭൂമി തരം മാറ്റലിന്റെ അവസാന തീരുമാനമെടുക്കാനുള്ള ഉത്തരവ് RDOന്റെ പക്കലാണ്. RDOനാണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത് എന്നുള്ള ഒരു നിയമം നിലനിൽക്കുമ്പോൾ ഈ സർക്കാർ നിയമസഭയിലൂടെ ഒരു ബില്ല് കൊണ്ടുവന്നു. എന്താണെന്ന് അറിയുമോ? സബ് കളക്ടർമാർക്ക് കൂടി അതിന് അനുവാദം കൊടുത്താൽ ഒരു ജില്ലയിലെ 4-5 സബ് കളക്ടർമാർക്ക് ഓരോ ഏരിയ തിരിച്ചുകൊണ്ട് ഈ ഭൂമി തരംമാറ്റ പ്രക്രിയ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന നിലയ്ക്ക് ആ ബില്ല് പോലും ഇദ്ദേഹം പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഗവർണറുടെ ബില്ല് പിടിച്ചു വെക്കുന്നതിനോടോ സുപ്രീം കോടതിയോടുള്ള വിമർശനങ്ങളോടോ ഒന്നും നമുക്ക്
യാതൊരുവിധ യോജിപ്പുമില്ല. നമ്മൾ അതിനൊക്കെ എതിർക്കുന്നു. പക്ഷെ ഇവിടെ ആരാണ് വലിയവൻ, ഞാനാണോ അല്ലെങ്കിൽ നീയാണോ എന്നുള്ള ഈ മുഖ്യമന്ത്രിയുടെയും ഈ ഗവർണറുടെയും ഈ വലിപ്പച്ചെറുപ്പമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ശ്രീ വേണു പറഞ്ഞു പ്രതിസന്ധി ഉണ്ടാക്കുന്നു. വേണു പ്രതിസന്ധി മാത്രമല്ല, ഷാബു പ്രസാദ് പ്രതിസന്ധി മാത്രമല്ല, ശ്രീ സലീം മടവൂർ പ്രതിസന്ധി മാത്രമല്ല, ഓരോ കാര്യങ്ങൾക്കും നിയമോപദേശം തേടുക വഴി ഖജനാവ് കാലിയായിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത നിത്യേന കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ഗവർണറുടെ പിടിവാശിയും ഈ മുഖ്യമന്ത്രിയുടെ പിടിവാശിയും എന്നെപ്പോലുള്ളവരെ അലട്ടുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഇവർ തമ്മിൽ റോട്ടിലിറങ്ങിയിട്ട് നിന്ന് തല്ലിക്കോട്ടെ ശാരീരികമായിട്ട്. ഇവർ രണ്ടുപേരും സംസ്ഥാനത്തിന്, ഇവർ മിണ്ടാതെ ആയാൽ സംസ്ഥാനത്തിന്റെ ഖജനാവിന് നഷ്ടം, ഇവർ ചിരിക്കാതായാൽ സംസ്ഥാനത്തിന്റെ ഖജനാവിന് നഷ്ടം. അത്തരത്തിലുള്ള ഈ മുൻപോട്ട് പോക്ക് കേരളത്തിലെ സാധാരണക്കാരായ നികുതിദായകർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ രണ്ടുപേരും ഈ ചക്രത്തി പോരാട്ടം എത്രയും വേഗം അവസാനിപ്പിച്ച് ജനങ്ങളോട് രണ്ടുപേരും ഞങ്ങൾ ഈ മിണ്ടാതിരുന്ന കാലത്ത് നിങ്ങൾക്ക് ായ ബുദ്ധിമുട്ടിനെ, ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് പോലും ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സലീം മടവൂരിനോട് ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ശ്രീ മഞ്ജുഷ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനല്ല പറഞ്ഞത്, ശ്രീ ഷാബു പ്രസാദ് അല്ല പറഞ്ഞത്, ശ്രീ വേണു അല്ല പറഞ്ഞത്. വല്ലവന്റെയും തല തല്ലിപ്പൊട്ടിച്ചിട്ട് അത് കമ്മ്യൂണിസമാണെന്ന് പറയുന്നത്, ഏകാധിപത്യമാണെന്ന് പറഞ്ഞത് ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റാണ്. അതായത് മുഖ്യമന്ത്രി പോകുന്ന വഴിക്ക് കരിങ്കൊടി കാണിക്കാൻ സാധ്യതയുള്ളവരെ കരുതൽ തടങ്കലിൽ വെച്ചൊരു സംസ്ഥാനത്താണ് താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നതിന് അദ്ദേഹത്തിന് എതിരല്ല എന്ന് പറയുമ്പോൾ അത് ശ്രീ സലീം മടവൂർ, ഈ ചർച്ചയിൽ നമുക്കത് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിനോടും കൂടി വിയോജിപ്പ് പറയുകയാണ്. ഒരാളും ആത്മഹത്യാ പ്രവണതയോട് കൂടിയിട്ട് ഈ മുഖ്യമന്ത്രിയുടെ ബസിന്റെ മുന്നിലേക്ക് ചാടിയിട്ടില്ല. സാധാരണഗതിയിലുള്ള ഒരു കരിങ്കൊടി പ്രകടനം നടത്തുന്നത് പോലും അസഹിഷ്ണുതയായി കാണുന്ന ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു ഗവർണറെ അങ്ങേയറ്റം അവഹേളിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ട് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് മഞ്ജുഷ് എനിക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ എം കെ ഹരിദാസ്, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സലീം മടവൂർ, ശ്രീ സേനാപതി വേണു ഫൈൻ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഫൈൻ ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.